ഹായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമ്മൾ ഒരു നേന്ത്രപ്പഴം കൊണ്ട് ഒരു സിമ്പിൾ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. മധുരത്തിനായിട്ട് 2 ഉണ്ട ശർക്കര 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് തോലക്കി ഒന്ന് കളഞ്ഞ് ഒന്ന് കട്ടാക്കി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിനായിട്ട് ഒരു ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതിലേക്ക് പാലോ വെള്ളം ഒന്നും ചേർക്കണ്ട. നേന്ത്രപ്പഴവും ഏലക്കയും കൂടി അരച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. കട്ടകളൊന്നും ഇല്ലാതെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ 250 ml കപ്പിൽ 1 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. അരിപ്പൊടി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പത്തിരി നൂലപ്പൊക്കെ തയ്യാറാക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 പിഞ്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ അരച്ച് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴം അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത്. ഫ്രഷായിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ്. തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ നേന്ത്രപ്പഴം അരച്ചത് കൊണ്ട് ഇത് കുഴഞ്ഞ് കിട്ടൂല. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി കൂടെ ചേർത്തിട്ടാണ് ഇത് ഞാനിവിടെ കുഴച്ചെടുക്കുന്നത്. ശർക്കരപ്പാനി ഇവിടെ നന്നായിട്ട് ചൂടുണ്ട്. അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ചെറിയൊരു ചൂടുണ്ടാവും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴപ്പമില്ലേ, അതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ ബോളായിട്ട് ഉരുട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ ഉരുട്ടിയെടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഞാനൊരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ 250 ml കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിവിടെ ഉരുട്ടി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ഇടുമ്പോൾ എല്ലാം കൂടി ഒട്ടി നിന്നാലും തിളച്ച് വരുന്ന സമയത്ത് ഇതെല്ലാം വേറൂട്ട് വന്നോളൂ. അപ്പോൾ ഞാൻ കാണിച്ചില്ല. അപ്പോൾ കണ്ടോ, ഇതെല്ലാം നല്ലോണം വേറൂട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. അത് തിളച്ച് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ എല്ലാം വേറൂട്ട് തനിയെ കിടന്നോളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് ഏകദേശം വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്ന സമയത്ത് നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. ഇപ്പോൾ അവിടെ ശർക്കരപ്പാനിയൊക്കെ നമ്മുടെ എന്താ പറയുക അതിലേക്ക് നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒന്ന് കുറച്ച് വെള്ളത്തിൽ 1/4 കപ്പ് വെള്ളത്തിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് തേങ്ങാപ്പാലാണ്. ഒരു ചെറിയ മുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് പാല് ഉണ്ട്. അതിൽ കുറച്ച് പാല് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് മിക്സാക്കിയിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി 1/4 കപ്പ് വെള്ളത്തിലൊന്ന് മിക്സാക്കി എടുത്തില്ലേ, അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുക. ആദ്യം 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തു. പിന്നീടുള്ള ബാക്കി 1 കപ്പ് തേങ്ങാപ്പാലൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 3 ഏലക്കയുടെ കുരു ഒന്ന് ചതക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് വേറൊരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതാണ് ചുക്കിൻ്റെ പൊടിയാട്ടോ ചേർക്കുന്നത്. 1 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കൂടുതലായിരിക്കും. എന്നിട്ട് ഇതെല്ലാം പാടെ നന്നായിട്ട് മിക്സ് ആക്കുക. മീഡിയത്തിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം അരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേന്ത്രപ്പഴവും അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഒന്ന് ചൂടാക്കിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യടക്കം ചേർത്ത് ഇട്ട് കൊടുക്കുക. കഴിഞ്ഞോ, നല്ല സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റെഡിയാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ.